സർക്കുലേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ന്യൂട്രീഷൻ്റെ ഭാഗം. നേരത്തെ പറഞ്ഞു, നമ്മുടെ സെല്ലുകൾ എന്ത് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളിടത്ത് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ. എന്ത് ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നതെന്ന്. അപ്പം അവിടെ ഒരു ആസിഡ് ആൽക്കലൈൻ ബാലൻസ് ശരീരത്തിന് ഉണ്ടാവാൻ സാധിക്കണം. അപ്പം നമ്മൾ കഴിക്കുന്നതിലുള്ള കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ഇതൊക്കെ വരുന്നത് ആസിഡ് റിഫ്ലക്സസ് ആണ്. ആസിഡിക് ആണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും. ആൽക്കലൈൻ ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നുമാണ്. അപ്പം ഇതിൻ്റെ ഒരു ബാലൻസ് നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ന്യൂട്രീഷൻ ശരീരത്തിന് പ്രോപ്പർ ആവൂ. അവിടെയും എലിമിനേഷൻ ശരീരത്തിന് നടത്തണമെങ്കിൽ സെല്ലുലോസിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. സെല്ലുലോസ് എവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്? പ്ലാൻ പ്രോഡക്ട്സിന് മാത്രമേ നമുക്ക് ശരീരത്തിന് സെല്ലുലോസ് കൊടുക്കാനാവൂ. സെല്ലുലോസ് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഈ പെരിസ്റ്റോൾസിസ് ഭംഗിയായിട്ട് നടക്കുന്നതും അതേപോലെ തന്നെ എലിമിനേറ്ററി പ്രോസസ്സ് ഭംഗിയായിട്ട് ശരീരത്തിന് നടത്താൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മളെ സസ്യാഹാരം, പഴവർഗ്ഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മളെല്ലാ ദിവസവും നല്ലോണം ചോറ് കഴിക്കുന്നുണ്ട്. ചെറുപയറോ ആ ഒരു കാറ്റഗറിയിലുള്ള സാധനം മാത്രം കഴിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ ശരീരം കൂടുതൽ അസിഡിക് ആവുക ചെയ്യുന്നത്. നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ ആവശ്യത്തിന് പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ന്യൂട്രീഷൻ പൂർണ്ണമാവുള്ളൂ. ഏറ്റവും കൂടുതൽ സെല്ലുലോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് എത്തണം. തിരുവനന്തപുരത്ത് വീണ്ടും നമ്മുടെ ഏകദിന സെമിനാർ 2025 നവംബർ 27 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സെമിനാർ നടക്കുന്നത്. രോഗങ്ങളെ സ്വയം മാറ്റാനും രോഗങ്ങളില്ലാതെ ജീവിക്കാനും നിത്യ യൗവനത്തിൻ്റെ ആരോഗ്യവും ആനന്ദവും നുകരാനും പ്രകൃതിയുടെ ലളിതമായ രീതികൾ വിശദീകരിക്കുന്നതാണ് നമ്മുടെ സെമിനാർ. എന്നോടൊപ്പം പ്രകൃതി സൈക്കോളജിസ്റ്റായ ഡോക്ടർ MC സൗമ്യയും KV സുഗതനും നിങ്ങളോട് സംസാരിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, തിരുവനന്തപുരത്ത് തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള രുചിയേറിയ പ്രകൃതി സദ്യ കൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സീറ്റുകൾ ബുക്ക് ചെയ്യണം. സുഹൃത്തുക്കളോട് കഴിയുന്നത്ര പറയുകയും അവരെ കൂടെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് തന്നെ വന്നെത്തണം. ധാരാളം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. രോഗങ്ങളില്ലാത്തൊരു സുന്ദര ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ നാടിനുമുണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. വരണം. ഇപ്പോൾ തന്നെ വിളിക്കണം. 9496044514 9496044527. തവിടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തവിടിലടങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞ സെല്ലുലോസ് ആണ്. നമ്മൾ വെള്ളച്ചോറ് കഴിക്കുന്ന സമയത്ത് ഇതിനെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ദൈവം യോജിപ്പിച്ചതിനെ നമ്മൾ വേർപെടുത്തി കഴിഞ്ഞാൽ അവിടെ കാര്യമൊന്നുമില്ല, നമ്മളത് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റൂട്ട് വെജിറ്റബിൾസ് കഴിക്കുമ്പം, മധുരക്കിഴങ്ങോ പൊട്ടറ്റയോ ഇതൊക്കെ കഴിക്കുമ്പം ഇതിൻ്റെ സ്കിന്നിനോട് ചേർന്നിട്ടിരിക്കുന്ന ഭാഗത്താണ് ഈ പറഞ്ഞ സെല്ലുലോസ് ഘടകം അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക് ഫോർമേഷന് മാത്രമേ അത് കാരണമാവുള്ളൂ. അതിൽ നിന്നുള്ള വേണ്ടപ്പെട്ടിട്ടുള്ള ഘടകങ്ങളൊന്നും നമുക്ക് കിട്ടാതായി പോകും. ആ ഒരു രീതിയിൽ ബ്രാൻ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആയാലും സ്കിൻ അടങ്ങിയിട്ടുള്ള ആ ഒരു പൂർണ്ണ രൂപത്തിൽ തന്നെ നമ്മൾ വെജിറ്റബിൾസിനെ ആഹരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ ന്യൂട്രീഷണൽ പാർട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. പിന്നീട് വരുന്നത് നമ്മുടെ മാനസികാവസ്ഥ, ഒരു ഏറ്റവും നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. ഇതും സെല്ലുകളുടെ പ്രോപ്പറായിട്ടുള്ള ഡിവിഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്ട്രെസ്സിലേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം, നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും.
നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, എല്ലാം ഉണ്ട്. എല്ലാം വന്നു പോകുന്നത് തന്നെയാണ് നമ്മുടെ മനസ്സ്. അപ്പം ഇതെല്ലാം നോർമലാണ്. ഇതിനെല്ലാം ഡീൽ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. സങ്കടം വന്നാൽ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം എന്നുള്ളത് പോലെ തന്നെ ദേഷ്യം വരും, ഇതൊക്കെ വന്നു പോകും. പക്ഷേ ഇതെല്ലാം എക്സീഡ് ആവുന്ന സമയത്ത്, ഒരു പരിധിയിൽ കൂടുമ്പോൾ നമുക്ക് എപ്പോഴും ദേഷ്യം വരുന്നു, എപ്പോഴും സങ്കടം വരുന്നു, എപ്പോഴും വിഷമിച്ചിരിക്കുന്നു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ വേദനിക്കുന്നു, ആ ഒരു രീതിയിൽ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ ഭരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇത് നമുക്ക് കുഴപ്പമായിട്ട് മാറുന്നത്. വല്ലപ്പോഴും ഇത് വന്നു പോകുന്നതല്ല. ഈ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ മാനസികാവസ്ഥയുടെ ഏറെ മുക്കാൽ ഭാഗവും ഭരിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ഈ ഒരു റിലാക്സേഷനിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ടിയിരിക്കുന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇല്ലാതായി പോകുന്നത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അത്രയും സമയം എടുത്തിട്ടാണ്. വെച്ചാൽ ഓരോ സ്റ്റേജിലും 6 മണിക്കൂർ, 4 മണിക്കൂർ, 3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജിനും ആ ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ ടൈമിൽ നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുകയും കൂടുതൽ കോർട്ടിസോളും അതേപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് ഇല്ലേ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിനും, ഇങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ റിലീസ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ശരീരത്തിന്റെ മേജർ പാർട്ട് എങ്കിൽ ആ ടൈമിൽ ഉണ്ടാവുന്ന സെൽ ഡിവിഷനിൽ മ്യൂട്ടേഷൻസിനെ അധികം കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് സെൽസിന്റെ അൺവാണ്ടഡ് ഗ്രോത്തിന്റെ തുടക്കം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു 2-way തിയറി ആയിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. എപ്പോഴും രോഗത്തിലേക്ക് പോവേണ്ടിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനം, ഒരു ഇൻഹിബിറ്റർ, അതായത് നമ്മുടെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു കുഴപ്പക്കാരൻ എന്തോ ആവട്ടെ, അത് മാത്രം വന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു രോഗം വരില്ല. അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്രൊമോട്ടർ കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടെ ആക്ട് ചെയ്ത് ഇവർ രണ്ടുപേരും കൂടെ സംഗമിക്കുന്നിടത്താണ് ഒരു രോഗം എന്നുള്ള ഘട്ടത്തിലേക്ക് ശരീരത്തിന് പോവേണ്ടി വരുന്നത്. വന്നിട്ടുള്ള ഇൻഹിബിറ്ററിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രൊമോട്ടർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുക. ആ പ്രൊമോട്ടറാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ഈ നെഗറ്റീവ് ഇമോഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നുള്ള രീതിയിൽ വരുന്ന ഏതെങ്കിലും പ്രൊമോട്ടേഴ്സ്. അപ്പോൾ എപ്പോഴും കൂടുതൽ പേരുടെ കാര്യത്തിലും ഈ വരുന്ന മരുന്നുകളായിക്കോട്ടെ, മരുന്നുകളായിരിക്കാം ചിലപ്പം ഉള്ളിലേക്ക് വരുന്ന ഈ പറഞ്ഞ ടോക്സിൻ ആയിട്ട് വരുന്നത്, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ എപ്പോഴും ഈ നിൽക്കുന്ന പ്രൊമോട്ടർ ആയിരിക്കാം നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്. അപ്പൊ അവിടെയും എത്രത്തോളം നമുക്ക് റിലാക്സേഷനിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ശരീരത്തിലുള്ള സെല്ലുകളുടെ ഈ കറക്ഷനിനെ കൂടുതൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുക. അപ്പം നെഗറ്റീവ് ഇമോഷൻസിനെ കറക്റ്റ് ചെയ്യാൻ എപ്പോഴും ഒന്നുകിലും നമുക്ക് സ്വയം പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആരിനോടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തുറന്ന് സംസാരിക്കാം, അല്ലെ? കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഒരു പരിധി വരെ ഒരു വലിയ പ്രശ്നങ്ങൾക്കും നമുക്ക് സമാധാനം തരും. എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആക്ച്വലി പറഞ്ഞു തീരുന്നിടത്ത് തന്നെ നമുക്ക് പകുതി സമാധാനമായി. രണ്ടാമതൊരാളോട് മൊത്തം എൻ്റെ സ്ട്രെസ് മുഴുവൻ എൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളയാണ് ഒരാളോട് പറയുന്ന സമയത്ത്. അവർ വേറെ മറുപടി ഒന്നും സൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ റിലാക്സ്ഡ് ആയി അവിടെ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ആ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് പുറത്തോട്ട് കളയാൻ സാധിക്കണം. അവിടെ ഇക്വിലിബ്രിയം തെറ്റി നിൽക്കുന്ന അവസ്ഥയിൽ ബാലൻസ് നമുക്ക് ശരീരത്തിന് കൊണ്ടുവരാൻ സാധിക്കും. അവിടെ ഉണ്ടാവുന്ന സെൽ ഡിവിഷൻസും അവിടെ ഉണ്ടാവുന്ന പുതിയ സെല്ലുകളും കൂടുതൽ കറക്ഷൻ നടത്താൻ സാധിക്കുന്നതായിരിക്കും. കാരണം നെഗറ്റീവ് ഇമോഷൻസ് കൂടുതൽ ഭരിക്കുന്നിടത്ത് എപ്പോഴും സെൽ ഡിവിഷനും സെൽ റിപ്പയറും ഭംഗിയായിട്ട് നടത്താൻ ശരീരത്തിന് സാധിക്കില്ല. കാരണം ഇത്രയും അധികം ഈ സ്ട്രെസ് ഹോർമോൺസ് കൂടി നിൽക്കുന്നിടത്ത് സെൽ റിപ്പയറിൻ്റെയും സെൽ കറക്ഷൻ്റെയും പെർഫെക്ഷൻ കുറയും. അവിടെയാണ് നേരത്തെ പറഞ്ഞ ടി സെല്ലുകളുടെ പ്രവർത്തന രാഹിത്യം വരുന്നത്, ഇമ്മ്യൂണിറ്റി കുറയുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ
റിലാക്സേഷൻ എന്നുള്ളതിന് അത്രയധികം ഇമ്പോർട്ടൻസ് നമുക്ക് ശരീരത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കാൻ പറ്റണം.